നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവെക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക, നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവനാൽ അനുഗ്രഹവും ഏറ്റുവാങ്ങുക. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 2025 ജൂലൈ മാസം 26-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് കർക്കിടക മാസം 10-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 4-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:16, അസ്തമയ സമയം വൈകുന്നേരം 6:41. 6:41. ഉദയാൽപരം തിഥി ദ്വിതീയ തിഥിയാണ്. ദ്വിതീയ തിഥി ശനിയാഴ്ച രാത്രി 10:47 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 4:02 അവസാനിക്കുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:54. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ആയില്യം നക്ഷത്ര ജാതകരാണ്. കർക്കിടകക്കുറിൽപ്പെട്ട ആയില്യം നക്ഷത്ര ജാതകരാണ്. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം 4:02 മുതൽ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:54 വരെയാണ് ആയില്യ നക്ഷത്ര സമയം. ആയില്യ നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മക നക്ഷത്രം ആരംഭിക്കുകയായി. അപ്പോൾ ഈ അധ്യായത്തിൽ ആയില്യ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നത്. 3:54 കഴിഞ്ഞാൽ പിന്നെ ജീവിതാനുഭവങ്ങൾക്ക് മാറ്റം വരും. അതുവരെ നല്ല അനുഭവമാണെങ്കിൽ പിന്നീട് മോശമായിട്ടുള്ള അനുഭവം വരും. ചിലർക്ക് അതേപടി തന്നെ അങ്ങ് പോകും, ചിലർക്ക് മാറ്റം വരും. അങ്ങനെയാണല്ലോ, അതെല്ലാവർക്കും അറിയാമല്ലോ. ചിലപ്പോൾ ഉച്ചവരെ നല്ല അനുഭവങ്ങളായിരിക്കും, ഉച്ച കഴിഞ്ഞ് വേദനാജനകമായ അനുഭവങ്ങൾ വരും. ഉച്ചവരെ സന്തോഷിച്ചിരിക്കും, ഉച്ച കഴിഞ്ഞ് കരയും. അതൊക്കെ മനുഷ്യജീവിതത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ കല്ലിന്തടിയാവും. മനുഷ്യജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിരന്തരം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ നക്ഷത്രത്തിന്റെ മാറ്റം കൊണ്ടാണ്. ഇതൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ജീവിക്കുവാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അതിനുവേണ്ടി ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചെല്ലുമ്പോഴേ സാധിക്കും. ചിലപ്പോൾ 10 പ്രാവശ്യം പോയാലും സാധിക്കത്തില്ല. ചിലപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നല്ല സ്നേഹവും ബഹുമാനവും ആദരവും കിട്ടും. ചിലപ്പോൾ അത് വലിയ ശത്രുതയിൽ എത്തിച്ചേരും. അങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ആയില്യ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ആയില്യ നക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം. ഇത്രയും നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അവർക്ക് ജീവിതാഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. ധനപരമായിട്ടുള്ള നേട്ടം, കാര്യവിജയമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. എന്തുകൊണ്ടും അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്ന ദിവസമാണ്. സ്നേഹാദരങ്ങളൊക്കെ ലഭിക്കുന്നൊരു ദിവസമാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നൊരു ദിവസമാണ്. എന്തുകൊണ്ടും നല്ല ആരോഗ്യമുള്ള, മനസ്സിന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ തിരുവാതിര, രോഹിണി, രേവതി, അശ്വതി, അനിഴം, തൃക്കേട്ട, പൂയം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശനിയാഴ്ച ദിവസം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൂരാടം, പുണർദം, മകയിരം, കാർത്തിക. ഇത് കൂടാതെ മൂലം, പൂരാട, ഉത്രാടം, കാൽ എന്ന് വേണമെങ്കിൽ പറയാം. ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്കും പുണർദം, മകയിരം, കാർത്തിക എന്നീ നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ധനുക്കുറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് 4-ൽ ശനി, കണ്ടകശനി ഉള്ള സമയമാണ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. മനുഷ്യജീവിതമല്ലേ, എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ വേണ്ടി ജ്യോതിഷം ശുഭസമയം പറഞ്ഞു തരുന്നുണ്ട്. ആ ശുഭസമയം കേൾക്കുക. ശനിയാഴ്ച ദിവസം രാവിലെ 7:46 മുതൽ 9:16 വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തന്നിരിക്കുകയാണ്. പിന്നീട് 10:46 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയവും
വേർതിരിച്ച് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഉച്ച കഴിഞ്ഞ് 1:46 മുതൽ 5:16 വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഈ സമയമൊന്നും നമ്മൾ നോക്കുന്നില്ല. എല്ലാവരും ഈ സമയത്തൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ദിവസം ചെയ്യുക. ജ്യോതിഷത്തെ ആശ്രയിക്കുന്നവരും ആശ്രയിക്കാത്തവരും ഒക്കെ ഈ സമയത്തൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണ് എല്ലാവരും. ജ്യോതിഷം നോക്കുന്നവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു, ഇല്ലാത്തവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ സത്യത്തെ, പരമമായ സത്യത്തെ നമ്മൾ അറിഞ്ഞു ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉന്നമനം ഒക്കെ ഉണ്ടാകും. 100% സത്യമാണ്. അനുഭവിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 26 ഒറ്റ സംഖ്യയാക്കുമ്പോൾ 8 വരും. ഏതൊരു മാസത്തെയും 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. അതായത് ഒരു മാസത്തെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. അവർക്ക് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ, കടുനീല, കടുംപച്ച, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ, ഉത്കൃഷ്ടമായ ഉത്തമമായ ജീവിതാനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഒരു മാസത്തെ 8, 17, 26 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രമാണ് ഈ പ്രത്യേകത എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനിയും ഈ ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുകൂടി പറഞ്ഞുതരാം. പൂയം, രേവതി, കാർത്തിക, തിരുവാതിര, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, ആയില്യം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം. ഇവരുടെ ജീവിതത്തിൽ ധനം കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വിജയിക്കുന്ന ദിവസമാണ്. അപ്പോൾ ധനം വെച്ചുള്ള ഏത് കാര്യവും അവർക്ക് അനുകൂലമായി വിജയിക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ധനം വന്നു ചേരും. കൊടുത്തു വാങ്ങലിനൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. ഇത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. എത്ര സമയം മോശമാണെങ്കിലും ജീവിതത്തിൽ ധനപരമായിട്ടുള്ള സന്തോഷം ഉണ്ടാകുന്നത് ഈ നാളുകാർക്കൊക്കെ ഇങ്ങനെയുള്ള അനുകൂലമായ ദിവസങ്ങളിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ പൂയം, ചോതി, കാർത്തിക, തിരുവാതിര, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം, ചതയം, ആയില്യം എന്നീ നാളുകാരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ വിരാമം ഇടുന്നു. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. 26 തീയതി ശനിയാഴ്ച ദിവസം ഞാൻ കാളഹസ്തിയിലേക്ക് പോകുന്നു. 27 തീയതി കാളഹസ്തി ചെല്ലും. അവിടെ പൂജയിലും പ്രാർത്ഥനയിലും ഒക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം നിർത്തുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്